കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപ എന്ന സത്യം വ്യത്യസ്ത വാക്കുകളിൽ ബൈബിളിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. ഇനിയും കൃപയുടെ വ്യത്യസ്ത വീക്ഷണങ്ങൾ നാം ചിന്തിക്കുമ്പോൾ നാം ഇതുവരെയും പഠിച്ച കാര്യങ്ങൾ, ഈ ജീവിതം കൃപയുടെ ജീവിതമാണ്. നാം ആയിരിക്കുന്നത് കൃപയാലാണ്, നാം നിൽക്കുന്നത് കൃപയാണ്, നാം വളരുന്നത് കൃപയിലാണ്, നാം നിലനിൽക്കുന്നത് കൃപ കൊണ്ട് മാത്രമാണ്. നാം പ്രാപിക്കുന്നതും അനുഭവിക്കുന്നതും ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നതെല്ലാം കൃപയുടെ അനുഗ്രഹങ്ങളാണ്. ന്യായമായും ശിക്ഷ അനുഭവിക്കേണ്ട പാപിക്ക് ദൈവപക്ഷത്തു നിന്നും അനർഹമായി ലഭിച്ച ആനുകൂല്യമാണ്, സ്നേഹമാണ്, ദൈവപ്രസാദമാണ് കൃപ എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ആ കൃപയുടെ ആഴങ്ങൾ അനുഭവിക്കുവാൻ നമുക്കിടയായി തീരണം. ദൈവം കൃപ നിറഞ്ഞവനാണ്, സർവ്വകൃപാലുവാൻ ദൈവമാണ്. ദൈവപ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ് ഈ കൃപ എന്നുള്ളത്. നെഹെമ്യാവിന്റെ പുസ്തകം 9:17, യോന പ്രവചനം 4:2. അവിടെയെല്ലാം ദൈവം കൃപയുള്ളവനാണ്, ദൈവം സർവ്വകൃപാലുവാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് കൃപ കാണിക്കുന്നു. അവിടുന്ന് മനുഷ്യന്റെ സൽപ്രവൃത്തിയോ ദുഷ്പ്രവൃത്തിയോ പരിഗണിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഏത് പാപിക്കും ക്രിസ്തുവിന്റെ പേരിൽ കൃപ ദൈവം കണക്കിട്ടത്. എഫെസ്യർ ലേഖനം 1:2. സകല കാലത്തിനും മുൻപേയുള്ള ദൈവനിർണയവും ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ സുവിശേഷം കൊണ്ട് മരണം നീക്കി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മിൽ വർഷിപ്പിക്കുകയും ചെയ്യുന്ന ആ വലിയ പ്രവൃത്തിയെയാണ് കൃപയെന്ന് നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുന്നത്. കാരണം കർത്താവായ യേശുക്രിസ്തു കൂടിയാണ് കൃപ വെളിപ്പെട്ട് വന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞു. കൃപയും സത്യം നിറഞ്ഞവനായി യേശു നമ്മുടെ ഇടയിൽ വന്നു. അല്ലെങ്കിൽ കൃപയുടെ ഉറവിടവും ഉദയവും നമ്മുടെ കർത്താവായ യേശുവാണ്. സങ്കീർത്തനം 84:11 ഇങ്ങനെ വായിക്കുന്നു: യഹോവ കൃപയും മഹത്വവും നൽകുന്നു. എന്നാൽ ആ കൃപ നമ്മുടെ അടുക്കിലേക്കും നമ്മുടെ ഉള്ളിലേക്കും കൊണ്ടുവന്നത് കർത്താവായ യേശുവാണ്. ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് വരുവാനുള്ള കൃപയെക്കുറിച്ച് പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ ആത്മാവിൽ പ്രവചിച്ചു എന്ന് തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടുത്തെ ആളത്വത്തിലൂടെ ആ കൃപ പ്രത്യക്ഷമാകുകയും നമ്മിലേക്ക് ഒഴുകുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ കൂടി ജീവിതത്തിൽ കൂടിയും ആ കൃപ പ്രദർശിപ്പിക്കപ്പെട്ടു. അവിടുത്തെ മരണത്തിലൂടെ ആ കൃപ നമുക്കെല്ലാവർക്കും വേണ്ടി സാധ്യമായി തീർന്നു, അല്ലെങ്കിൽ ലഭ്യമായി. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മനോഹരമായ ഒരു സ്വഭാവം ദൈവകൃപ തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 20:24-32 വാക്യങ്ങളിൽ ദൈവകൃപയുടെ സുവിശേഷം എന്ന് നാം വായിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ സുവിശേഷത്തിന് നൽകിയിരിക്കുന്ന നിർവചനം തന്നെ ദൈവകൃപയുടെ സുവിശേഷം എന്നാണ്. കൃപയുടെ എല്ലാ അനുഗ്രഹങ്ങളും അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സുവിശേഷത്തിലാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹങ്ങൾ എത്തിപ്പിടിക്കുവാൻ, നേടുവാൻ നിങ്ങൾ ശ്രമിക്കണമെന്നോ അധ്വാനിക്കണമെന്നോ ഒരിക്കലും പറയുന്നില്ല. അതെല്ലാം ന്യായപ്രമാണത്തിന് ഉപദേശങ്ങളാണ്. നഷ്ടപ്പെട്ട പാപിക്ക് ദൈവം നൽകുന്ന ഏറ്റവും നല്ല ദാനമാണ് കൃപ. കൃപ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സൗജന്യമാണ്. മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിയും അതിന് വേണ്ട. 100% കൃപയാലാണെന്നതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അടുത്ത് നാം മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവാണ് വിശ്വസിക്കുന്നവരിൽ ഈ കൃപ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കൃപയുടെ ആത്മാവ് എന്ന് തിരുവെഴുത്ത് പരിചയപ്പെടുത്തുന്നത്. നമ്മെ ശുദ്ധീകരിക്കുന്ന നിയമരക്തമായ യേശുവിന്റെ പുണ്യായ രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുന്നത് കൃപയുടെ ആത്മാവിനെ നിന്ദിക്കലാണ്. കഠിനമേറിയ ശിക്ഷയാണ് അതിന്റെ പരിണത ഫലം. ദൈവകൃപയുടെ സുവിശേഷ ശ്രവണത്തിൽ ഒരു പാപിക്ക് പാപബോധവും അനുതാപവും ഒരു വ്യക്തിയിൽ ഉളവാക്കുക എന്നതാണ് കൃപയുടെ ആത്മാവിന്റെ ജോലി. അങ്ങനെ കൃപയ്ക്ക് അധീനരായവരെ വീണ്ടെടുപ്പ് നാളിലേക്ക് അതേ ആത്മാവിനാൽ മുദ്രയിടുകയും ചെയ്യുന്നു. എഫെസ്യർ ലേഖനം 1:13. ദയവായി ഈ വചനം പഠിക്കുന്നവർ ഈ ഭാഗങ്ങൾ നോട്ട് ചെയ്യണം. നാം ഇപ്പോൾ ചിന്തിച്ചത് കൃപയുടെ സുവിശേഷം, കൃപയിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനങ്ങൾ, വ്യാപാരം, അപ്പോൾ തന്നെ ന്യായപ്രമാണമല്ല കൃപ എന്നുള്ള അതിന്റെ വ്യത്യാസങ്ങൾ. കാരിസ് എന്ന ഗ്രീക്ക് പദത്തിന് നമ്മുടെ ശുദ്ധ മലയാളത്തിൽ നാം ആ വിഷയം പഠിച്ചാൽ, പ്രിയരെ, അത് പാപിയുടെ മേൽ ദൈവം കാണിച്ച കാരുണ്യമാണ്, കടാക്ഷമാണ്, നമ്മോടുള്ള ദൈവത്തിന്റെ മഹാമനസ്കതയാണ് എന്നുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഇന്ന് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് വീണ്ടും ഈ കൃപയുടെ മഹത്വം എന്താണെന്നോട് ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ കഴിയും. ദൈവത്തിന്റെ കൃപയുടെ അത്യന്തധനം, അതിന്റെ ഭണ്ഡാരം ദൈവം ഒരു വിശുദ്ധന് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുക. അത് ദൈവം നമുക്ക് ധാരാളമായി കാണിച്ച ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. അത് ചിലത് എന്താണെന്ന് നമുക്ക് പരിശോധിച്ചാൽ നമ്മുടെ പഠനം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിങ്ങളെ എത്തിക്കും, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നിങ്ങളെ എത്തിക്കും, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് നിങ്ങളെ എത്തിക്കും, ശക്തിയിൽ നിന്ന് അത്യന്ത ശക്തിയിലേക്ക് നിങ്ങളെ നയിക്കും. ആ ധനം നാം കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ, ആത്മക്കണ്ണുകൾ തുറന്ന് ആത്മലോകത്തിലെ അനുഗ്രഹങ്ങളും ധനവും, അപ്രമേയ ധനം അല്ലെങ്കിൽ ആ മഹിമാ ധനം, തേജസ്സിന്റെ ധനം നാം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ പരാതിയും പരിഭവവും പരിവേദനകളും പരിവട്ടങ്ങളും എല്ലാ ശൂന്യതകളും മാറിപ്പോകും. നാം അത് കാണുന്നില്ല. ദൈവത്തിന് എന്തെല്ലാം ഉണ്ടെന്ന്, ദൈവം നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്ന്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ അത്യന്തമായ പദ്ധതി എന്തായിരുന്നെന്ന് നാം തിരിച്ചറിഞ്ഞാൽ, പ്രിയമുള്ളവരെ, വിശ്വാസികൾക്കൊരു തിരിച്ചറിവാണ് ആവശ്യം. അറിവ് ധാരാളമായിട്ടുണ്ട്, പക്ഷെ തിരിച്ചറിവ് നിങ്ങളെ വ്യത്യസ്തരാക്കി തീർക്കും. കൃപയുടെ ധനം ഒരിക്കലും നാം കണ്ടു തീരുന്നില്ല. പലപ്പോഴും നാം നമ്മുടെ അജ്ഞതയിൽ, അറിവില്ലായ്മയിൽ നാം നിസ്സഹരായി കഴിയുന്നു. പക്ഷെ ബൈബിൾ പറയുന്നത് കൃപയുടെ അത്യന്ത ധനത്തെ ദൈവം വരുംകാലങ്ങളിൽ
കാണിച്ചുകൊണ്ടേയിരിക്കും. ആകയാൽ കൃപ എത്ര എണ്ണമെന്ന് നിജപ്പെടുത്തുക സാധ്യമല്ല. അനന്തവും എണ്ണമറ്റതുമായ ആ കൃപയിൽ നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നവ ചിലതൊക്കെ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാതത്തിൽ വീണ്ടും ചിന്തിക്കാം. അത് വലിയ അനുഗ്രഹങ്ങളാണ്. അത് ബൈബിളിലൂടെ ഒരു ഒറ്റ പ്രത്യക്ഷമാണ്. നമുക്ക് വളരെയേറെ കാര്യങ്ങൾ കൃപയുടെ അത്യന്ത ധനം എന്താണെന്ന് ഭൗതിക ലോകം തിട്ടപ്പെടുത്തുന്ന ഇവിടുത്തെ കറൻസിയെ കുറിച്ചല്ല, ഇവിടെ വ്യാപാരത്തിനും ലാഭത്തിനും നമ്മുടെ കൈമാറ്റങ്ങൾക്ക് കൂടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും രാജ്യത്തിന്റെ പ്രത്യേകതരം കറൻസിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കൃപയുടെ ധനം, ആ ധനത്തിന്റെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നാട്ടെ. അടുത്ത സന്ദേശം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പാലക്കാട് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കൃപയുടെ ജീവിതം ആസ്വദിക്കുവാൻ ഏവർക്കും ഇടയായി തീരട്ടെ. കൃപയിൽ നമുക്ക് വളരുവാനും നിലനിൽക്കുവാനും സർവശക്തൻ നമ്മളോട് വീണ്ടും കൃപ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ്.